സക്രാരിയിൽ രക്ഷകനാമേശുനാഥൻ ഇതായി തിരുവോസ്തിയിൽ ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ. എല്ലാവരും ചേർന്ന് പാടാം. സക്രാരിയിൽ രക്ഷകനാമേശുനാഥൻ ഇതായി തിരുവോസ്തിയിൽ ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ. രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് കുദിശ പരിശുദ്ധാത്മാവ് ആദി ചൈതന്യം, കാലത്തിന് മേൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ചൈതന്യം രൂപരഹിതമായതിനെ രൂപപ്പെടുത്തുന്നു, ക്രമരഹിതമായതിനെ ക്രമപ്പെടുത്തുന്നു, താളം തെറ്റിയതിന് താളമുണ്ടാകുന്നു, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ഒന്നാകുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലേക്ക് എഴുന്നള്ളി വരുന്നു. ഇതായി കൂദാശയിൽ പാവനാത്മാവായ ദൈവം ഇതായി കൂട്ടായ്മയിൽ നിത്യസഹായകൻ ദൈവം. ചേർന്ന് പാടാം. ഇതായി കൂദാശയിൽ പാവനാത്മാവായ ദൈവം ഇതായി കൂട്ടായ്മയിൽ നിത്യസഹായകൻ ദൈവം. രണ്ട് കരങ്ങളും ഉയർത്തി വരൂ സോദരനേ, പാവനാത്മാവിനെ വാഴ്ത്താം. പാവനാരൂപിയ ദിവ്യ ചൈതന്യത്തെ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്കാരാധിക്കാം. വരൂ സോദരനേ, പാവനാത്മാവിനെ വാഴ്ത്താം. പാവനാരൂപിയ ദിവ്യ ചൈതന്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി, എൻ്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിന് മുമ്പിൽ ഞാനിതാ എന്നെ പൂർണ്ണമായി വിട്ടുതരുന്നു. കാലത്തിന് മേൽ ദൈവം ചൊരിഞ്ഞ അനന്ത കാരുണ്യമായ ദിവ്യകാരുണ്യ ഈശോയെ ഞാനങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ബലഹീനമായി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെയും നിയന്ത്രണമില്ലാത്ത ഞങ്ങളുടെ മനസ്സിനെയും പാപ സാഹചര്യങ്ങളിലുള്ള ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ആത്മാവിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ. വിശുദ്ധ മാമോദീസായാൽ വിശുദ്ധീകരിക്കപ്പെട്ട, പൗത്രീകരിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട ഞങ്ങളുടെ ശരീരത്തെ കൂടുതൽ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആത്മാവിനെ വീണ്ടെടുക്കണമേ. ബലഹീനമായ മനുഷ്യപ്രകൃതിയിൽ തളർന്നു പോകുന്ന ഞങ്ങളുടെ ആത്മാവ്, പാപകരമായ ജീവിതത്തിൽ നിയന്ത്രണം വിട്ടുപോകുന്ന മനസ്സ്, കർത്താവെ, അസ്വസ്ഥമാകുന്ന ആത്മാവ്, അങ്ങ് അരുളി ചെയ്തല്ലോ, എൻ്റെ ആത്മാവ് മരണത്തോളം അസ്വസ്ഥമായിരിക്കുന്നു, എൻ്റെ ആത്മാവ് മരണത്തോളം അസ്വസ്ഥമായിരിക്കുന്നു. ആത്മാവ് സന്നദ്ധമാണ്, ശരീരം ദുർബലമാണ്. ശരീരം ദുർബലമാണെന്ന് അരുളിച്ചത് കർത്താവേ, ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ദുർബലമാണ് എന്നങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ ശരീരത്തെ ഞാനിതാ സമർപ്പിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാവരും സ്തുതിക്കുന്നു.
നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞ് സ്തുതിക്കുന്നു. ഈശോ എന്നുള്ള നാമം മാത്രം നാവിൻ തമ്മിൽ വരട്ടെ. അശുദ്ധമായത് പറഞ്ഞ അധരം കൊണ്ട് ഈശോ എന്നുള്ള നാമം ഞാൻ പറയുകയാണ്. ആ നാമത്തിന് മുമ്പിൽ സാത്താൻ ഇടിമിന്നൽ പോലെ പതിക്കുന്നു. പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സകല ശക്തികളും ഇതാ മുട്ടുമടക്കിയിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എല്ലാറ്റിന്റെയും മേൽ ചവിട്ടി നടക്കാൻ, എല്ലാറ്റിന്റെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം കിട്ടുന്നു. നമ്മൾ അഭിഷേകം ചെയ്യപ്പെടുന്നു. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, എല്ലാ ഭയത്തിൽ നിന്നും, എല്ലാ കുറ്റബോധത്തിൽ നിന്നും, എല്ലാ നിരാശയിൽ നിന്നും, പാപകരമായ ജീവിതത്തിന്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കർത്താവ് പൂർണ്ണമായി വിടുവിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ കൂപ്പാം. കേട്ടു അബ്രഹാമിന്റെ ചരിത്രം. വിശ്വാസികളുടെ പിതാവ്, അനുസരണയുള്ള നമ്മുടെ വലിയ പിതാവ് അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു. കരങ്ങൾ കൂപ്പാം. യാത്ര മോറിയ മലയിലേക്കാണ്. ബലിയർപ്പിക്കാൻ പതിവ് പോലെ പോയ വഴികളിലൊക്കെ ബലിയർപ്പിച്ച, ബലിപീഠം പണിത് ബലിയർപ്പിച്ച അബ്രഹാം പതിവ് പോലെ ഒരു ബലിയർപ്പിക്കാനായി ഒരുങ്ങി. സാറാ കൊച്ചിനെ ഒരുക്കി, കഴുതയ്ക്ക് ജീനിയിട്ടു, വിറകെടുക്കി, കത്തി തേച്ച് മിനിക്കിയതെടുത്തു. യാത്ര പകുതിയാകുമ്പം മോൻ ചോദിച്ചു, അപ്പാ കത്തിയും വിറകുമുണ്ട്, ബലിക്കുള്ള കുഞ്ഞാടെവിടെ? ദൈവം തരും. കൂട്ടുകാരെയും ദാസന്മാരെയും കഴുതയോടൊപ്പം നിർത്തിയിട്ട് മകനെയുമായി വിറകെടുത്ത് നടന്നുപോയി മോറിയ മലയിലേക്ക്. ബലിപീഠം ഒരുക്കി, വിറകെടുക്കി, കത്തി ഒരിക്കൽ കൂടി എടുത്ത് വൃത്തിയാക്കി. കുഞ്ഞിൻ്റെ മനസ്സിലൊരു അസ്വസ്ഥത. കത്തിയുണ്ട് പടകയിൽ, ബലിപീഠം ഉണ്ടാക്കിയിട്ടുണ്ട്, വിറകുമെടുക്കിയിട്ടുണ്ട്. സാധാരണ വരുമ്പം ഒരു കുഞ്ഞാടുണ്ടായിരുന്നു, ഇത്തവണ അതില്ലല്ലോ. എവിടെയാണോ? പെട്ടെന്ന് അബ്രഹാം മകൻ്റെ കണ്ണുകെട്ടി കൈകാലുകൾ ബന്ധിക്കുമ്പോൾ കുഞ്ഞറിഞ്ഞു. ഒരുപാട് ബലി അപ്പൻ്റെ കൂടെ പോയി അർപ്പിച്ചിട്ടുള്ള മകൻ അറിഞ്ഞു, ഇത്തവണ കുഞ്ഞാട് ഞാനാണ്. ജീവനും മരണത്തിനും ഇടയിൽ പിടയുന്നു മകൻ. ബലിപീഠത്തിലേക്ക് കുഞ്ഞിനെ എടുത്തു കിടത്തുമ്പം മരണത്തിന് മുമ്പേ കുഞ്ഞ് തളർന്നു കാണും. സംരക്ഷിക്കേണ്ടവൻ ബലിയായി അർപ്പിക്കാൻ മകനെ കിടത്തുന്നു. ജീവനും മരണത്തിനുമിടയിൽ മകൻ്റെ ഹൃദയം പൊട്ടുമ്പോൾ, അപ്പൻ്റെ നെഞ്ചുരുകുമ്പം സ്വർഗം തുറക്കപ്പെടുന്നു. അരുത്, നിന്റെ വിശ്വാസം ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. കുഞ്ഞിൻ്റെ കെട്ടുകൾ അഴിക്കുക. കെട്ടുകൾ അഴിക്കേണ്ട താമസം അർപ്പിക്കാനുള്ള കുഞ്ഞാട് അവിടെ തയ്യാറായിരുന്നു. മുൾപ്പടർപ്പിൽ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ കർത്താവിന് ബലിയർപ്പിച്ചിട്ട് അപ്പനും മകനും മോറിയാമലയിൽ നിന്ന് താഴേക്കിറങ്ങി നിത്യജീവിതത്തിലേക്ക് കടന്നുപോയി. നമ്മളും ജീവിതമാകുന്ന മോറിയാമല കയറുന്നു കുടുംബമായി. ബലിപീഠം നാം ഒരുക്കേണ്ട. ഒരുപക്ഷെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ബലിപീഠങ്ങൾ ഇഷ്ടം പോലെ ഒരുക്കിയിട്ടിട്ടുണ്ട്. ബലിയർപ്പിക്കാൻ കുഞ്ഞാടുമുണ്ട്. കർത്താവ് അവിടെ സന്നിഹിതനാണ്. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യം ബലിയർപ്പിക്കാൻ കാത്തിരിക്കുന്നു. ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാം. ദൈവം തക്ക സമയത്ത് ഇടപെട്ട് എൻ്റെ മകൻ്റെ ജീവൻ വീണ്ടും തിരിച്ചു തന്ന സ്ഥലത്തിന് അബ്രഹാം പേരിട്ടു യാഹുവേ ഈരേ. യാഹുവേ ഈരേ, യഹോവ ഈരേ, ദൈവം തരും. നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, കുടുംബമായി ഞാനിതാ നിന്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നു. നിന്നെ ആരാധിക്കാൻ എനിക്ക് തരണം. എൻ്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെടണം. നഷ്ടപ്പെട്ടതിനെ തിരികെ തരണം. എല്ലാം അറിയുന്ന നിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതമായി ഇതാ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. യഹോവ ഈരേ, 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 ദൈവം തരും. യഹോവ ഈരേ, 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 അർത്ഥം ദൈവം തരും. യഹോവ ഈരേ. കരങ്ങളടിച്ചു പാടാം. തന്മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമാം. ആകുലങ്ങളൊന്നും വേണ്ട, ദൈവം തരും. ഈശോയെ നോക്കി പാടാം. യഹോവ ഈരേ, 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 സ്വരമുയരട്ടെ. യഹോവ ഈരേ, ഈരേ, ദൈവം തരും. യഹോവ ഈരേ, 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 യഹോവ ഈരേ, 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 തന്മക്കൾക്കായി ദൈവം കരുതുന്നു. കരുതുന്നുന്നതമാ ആകുല
കരങ്ങൾ ഉയർത്തിയടിക്കുന്നു. യഹോവ ഈരേ, യഹോവ ഈരേ, ഈരേ. എന്റെ ജീവിതത്തിൽ യഹോവ ഈരേ, ഈരേ, ഈരേ. യഹോവ ഈരേ, ഈരേ, ഈരേ. യഹോവ ഈരേ, ഈരേ, ഈരേ. കരങ്ങൾ താഴ്ത്തി ചിരിച്ചിട്ട ദിവസങ്ങളായി, പ്രിയപ്പെട്ടവരോട് മിണ്ടിയിട്ട് പോലും ദിവസങ്ങളായി. യാന്ത്രികമാകുന്ന ജീവിതം എല്ലാമുണ്ട്, ഒന്ന് മാത്രമില്ല, സമാധാനം. എൻ്റെ കുടുംബത്തിൽ സ്വപ്നങ്ങൾ, നന്മകൾ. ദൈവമേ, ബലിപീഠത്തിൽ നിന്നാണ് അത് കിട്ടുന്നത്. ഞാനിതാ വരുന്നു. എൻ ഹൃദയേ സമാധാനം യഹോവയിലേ. എല്ലാവരും പാടാം. എൻ ഭവനേ സർവ നന്മകളും യഹോവയിലേ. എൻ ഹൃദയേ സമാധാനം യഹോവയിലേ. എൻ ഭവനേ സർവ നന്മകളും ആര് തരും? യഹോവയിലേ. ഞാൻ എന്ത് ചെയ്യണം? തൻ മകനായി ജീവിക്കും ഞാൻ, തൻ വഴിയെ നടക്കും ഞാൻ, തൻ വചനം ഘോഷിക്കും ഞാൻ. അപ്പോൾ കരങ്ങൾ ഉയർത്തിയടിക്കാം. ദൈവം തരും. യഹോവയിലേ, ഈരേ, ഈരേ. വിശ്വാസത്തോടെ യഹോവയിലേ, ഈരേ, ഈരേ. ഈശോയേ, യഹോവയിലേ, ഈരേ, ഈരേ. യഹോവയിലേ, ഈരേ, ഈരേ. കരങ്ങൾ താഴ്ത്തി. വാടക വീട് കയറി മടുത്തവർ, വസ്തു വിറ്റാലും തീരാത്ത കടഭാരങ്ങളുള്ളവർ, ജീവിതത്തിന്റെ പകുതി വഴികളിൽ ഇടറിപ്പോയവർ, പ്രത്യാശ നഷ്ടപ്പെട്ടവർ, ഭാവി സ്വപ്നം കാണുന്നവർ, 2-3 മക്കളുണ്ട്, ഒരാൾക്കെങ്കിലും ഒരു ജോലി, സ്വപ്നം കാണുന്നവർ, വിവാഹ തടസ്സങ്ങൾ, ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ, രോഗമൊഴിയാത്ത ദിവസങ്ങൾ. കർത്താവ് വരുന്നു, എല്ലാം തരും. എനിക്കുള്ള ആഹാരം യഹോവയിലേ. പാർപ്പിടവും വസ്ത്രവും യഹോവയിലേ. വിശ്വാസത്തോടെ പാടാം. എനിക്കുള്ള ആഹാരം യഹോവയിലേ. പാർപ്പിടവും വസ്ത്രവും യഹോവയിലേ. തൻ രൂപം എൻ വാഴ്വിലും, തൻ നാമം എൻ നാവിലും നിരന്തരമായി സൂക്ഷിക്കും ഞാൻ. അപ്പോൾ കരങ്ങൾ ഉയർത്തിയടിക്കുന്നു. ദൈവം തരും. യഹോവയിലേ, ഈരേ, ഈരേ. പ്രത്യാശയോടെ പാടാം. യഹോവയിലേ, ഈരേ, ഈരേ. യഹോവയിലേ, ഈരേ, ഈരേ. ഹല്ലേലൂയ, യഹോവയിലേ, ഈരേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾക്കായി ദൈവം കരങ്ങൾ താഴ്ത്തി. കരുതുന്നുന്നതമാ സ്വർഗത്തിലെ പിതാവ് കുലമോ ഇനിയും യഹോവയിലേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവേ, അങ്ങ് വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരണം, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരണം. ഏറ്റവും വലുത് സമാധാനമാണ്, ഏറ്റവും വേണ്ടത് സമാധാനമാണ്. കർത്താവേ, ഹൃദയ ഐക്യമാണ്. കർത്താവേ, ബലഹീനമായ മനുഷ്യപ്രകൃതിയിൽ കൃപയാണ് ഞങ്ങൾക്ക് വേണ്ടത്. കർത്താവേ, തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സമർപ്പിക്കുന്നു. ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പാം. സ്നേഹത്തിൻ്റെ മുഖമാണ് ഞാൻ കുരിശിൽ കാണുക. എല്ലാം എനിക്കായി തരുന്ന എൻ്റെ ദൈവം. ശാന്തമായിരിക്കാം. ഈശോയിലേക്ക് നോക്കി കണ്ണു തുറന്ന്, എനിക്ക് പകരക്കാരനായി ഈശോ കുരിശിൽ കിടക്കുന്നു. എനിക്ക് പകരക്കാരനായി ഈശോ കുരിശിൽ കിടക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖമാണത്. വികൃതമാക്കപ്പെട്ട മുഖം, ദണ്ഡനമേൽപ്പിക്കപ്പെട്ട ശരീരം. പാപമില്ലാത്തവനെ ദൈവം നമുക്കായി
പാപിയുടെ വേഷം കെട്ടിച്ച് കുരിശിൽ തറച്ചു. നമ്മുടെ ശാപങ്ങൾ അവൻ ഏറ്റെടുക്കുന്നു, നമ്മുടെ പാപങ്ങൾ അവൻ വഹിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായി മാറുന്നു. ഞാനൊരാൾക്ക് വേണ്ടി പകരമായി കുരിശിലേറുന്നവൻ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു, കരുണയിൻ കരം കണ്ടു കാൽവരി മലമേൽ. അന്നാ കാൽവരി മലമേൽ. എല്ലാവരും ചേർന്ന് പാടാം. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. എനിക്ക് പകരക്കാരനായി ഈശോ കുരിശിൽ കിടക്കുന്നു. ബറാബാസിനെ മോചിപ്പിക്കുക, ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുക. ഇന്ന് ഓരോ ബലിയിലൂടെയും മോചിക്കപ്പെടുന്നത് ഞാനാണ്, കുരിശിലേറ്റിപ്പെടുന്നത് കർത്താവും. എൻ്റെ കണ്ണ് നിറയണം ഓരോ ബലിയിലും, ഓരോ കുരിശ് രൂപം കാണുമ്പോഴും. മനുഷ്യപുത്രൻ അന്നാമലമേൽ പാടുകളേറ്റപ്പോൾ. മനുഷ്യപുത്രൻ അന്നാമലമേൽ പാടുകളേറ്റപ്പോൾ. മാനവ പാപം പോക്കിടുവാനായി തളർന്നു വീണപ്പോൾ. മാനവ പാപം പോക്കിടുവാനായി തളർന്നു വീണപ്പോൾ. രണ്ട് കരങ്ങളും വിരിച്ചു പിടിക്കാം. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കാം. ഈശോ സ്നേഹമാണ്, ഈശോ ക്ഷമയാണ്, ഈശോ കരുണയാണ്. കരുണ എന്നത് ദൈവത്തിൻ്റെ മറുപേരാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൻ്റെ അടയാളമാണ് കുരിശ്.
എത്രത്തോളം ദൈവത്തിന് മനുഷ്യർക്ക് വേണ്ടി ശൂന്യമാകാൻ പറ്റും? മിശിഹാനാഥൻ അന്നാമലമേൽ രക്തം ചൊരിഞ്ഞപ്പോൾ, മിശിഹാനാഥൻ അന്നാമലമേൽ രക്തം ചൊരിഞ്ഞപ്പോൾ, തിരുക്കാൽ കരങ്ങൾ മൂന്നാണികളാൽ തറഞ്ഞു നിന്നപ്പോൾ, തിരുക്കാൽ കരങ്ങൾ മൂന്നാണികളാൽ തറഞ്ഞു നിന്നപ്പോൾ, രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിക്കാം. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു, കാൽവരി മലമേൽ ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു, കാൽവരി മലമേൽ ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു, കരുണയിൻ മുഖം കണ്ടു, കാൽവരി മലമേൽ അന്നാ കാൽവരി മലമേൽ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിതനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വലിയ കൃപ, കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വലിയ ശക്തി, ക്രൂശിതനോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ശക്തി, കുരിശൻ ചുവട്ടിൽ തളരാതിരിക്കാനുള്ള ശക്തി, നിത്യജീവിതത്തിന്റെ സഹനങ്ങളെ അവന്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കാനുള്ള കൃപ, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, എല്ലാ ഭയത്തിൽ നിന്നും, എല്ലാ നിരാശയിൽ നിന്നും, എല്ലാ ആത്മീയ മരവിപ്പിൽ നിന്നും, എല്ലാ മാരകപാപത്തിന്റെ കെട്ടിൽ നിന്നും ക്രൂശിതൻ നമ്മളെ വിടുവിക്കുന്നു, മോചനം നൽകുന്നു. യേശുവേ നന്ദി, ദൈവമേ സ്തുതി. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, ചൈതന്യം, കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വലിയ കൃപ എല്ലാവരിലേക്കും നിറയുന്നു. രക്ഷ സൗജന്യമായി പങ്കുവെക്കുന്നു. യേശുവേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. പ്രവാചകനായ യെശയ്യാ ദേവാലയത്തിലെത്തി. കർത്താവിൻ്റെ ചൈതന്യം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യെശയ്യാ നിലവിളിച്ചു, കർത്താവേ, അശുദ്ധമായ അധരങ്ങളുള്ളവൻ ഞാൻ, അശുദ്ധമായ അധരങ്ങൾക്ക് മധ്യേ വസിക്കുന്നവൻ ഞാൻ. ഒരു പരസ്യ കുമ്പസാരമായിരുന്നു. സ്വർഗം തുറക്കപ്പെട്ടു. ആ കുമ്പസാരം സ്വർഗം കേട്ടു. സ്വർഗം തുറക്കപ്പെട്ടു. സെറാഫുകളിലൊന്ന് കൊടിലുകൊണ്ട് തീക്കനലുമായി പറന്നു വന്ന് യെശയ്യായുടെ നാവിൽ വെച്ചു കൊടുത്തു. പ്രവാചകൻ സർവാംഗം ശുദ്ധിയുള്ളവനായി മാറി. സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ആരെനിക്കായി പോകും? ആരെയാണ് ഞാൻ അയക്കേണ്ടത്? യെശയ്യാ പറഞ്ഞു, കർത്താവേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഞാൻ സർവാംഗം ശുദ്ധിയുള്ളവനായിരിക്കുന്നു. അയക്കപ്പെടാനുള്ള യോഗ്യത നമുക്ക് മുട്ടുമേ നിൽക്കാം. സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന അഗ്നി, ദിവ്യകാരുണ്യം ഞാൻ നാവിൻ തുമ്പിൽ സ്വീകരിച്ചു. അതെന്നിൽ കത്തണം. യെശയ്യായുടെ നാവിൻ തുമ്പിലേക്ക് കടന്നു വന്ന സ്വർഗീയ അഗ്നിയായ ദിവ്യകാരുണ്യം എന്നെ ശുദ്ധീകരിക്കണം. കരങ്ങൾ കൂപ്പി, എൻ പ്രിയനെ, യേശുവേ രക്ഷക, ഒരഭിഷേകത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണം. നിന്റെ കരം എൻ്റെ മേൽ വെക്കണം. കർത്താവിൻ്റെ അഭിഷിക്തൻ ആശീർവദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ കർത്താവിൻ്റെ അഭിഷിക്തൻ ആശീർവദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കരമാണ് നമ്മുടെ മേൽ വീഴുന്നത്. പ്രിയനേ യേശുവേ, യേശുവേ രക്ഷക. എല്ലാവരും ചേർന്ന് പാടാം. പ്രിയനേ യേശുവേ
രക്ഷകാ നിൻ കരമെന്മേൽ വെക്കുക. നിൻ കരമെന്മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്കന്നേ. എല്ലാവരും പാടിക്കുക. നിൻ കരമെന്മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്കന്നേ. രണ്ട് കരങ്ങളും ഉയർത്തി ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. സ്വരമുയർത്തി പാടാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. കരങ്ങൾ വീശി അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കാം. കർത്താവ് പറയുന്നു, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ എന്തുണ്ട് അതാണ് നിന്റെ വാക്ക്, നിന്റെ വ്യക്തിത്വം. ഈശോയെ, എൻ്റെ ഹൃദയം, എൻ്റെ ചിന്തകൾ, എൻ്റെ ഇഷ്ടങ്ങൾ എല്ലാം അവിടുന്ന് പുറപ്പെടുന്നത്. ശുദ്ധീകരിക്കണമേ. ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ പാടാം. ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ. എന്റേതാമെല്ലാം വെണ്മയായി തീരട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തുന്നു. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. വിളിക്കാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവേ നന്ദി. ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഒരു ബന്ധപ്രസ്ഥയ്ക്കായി കർത്താവേ ഞങ്ങളെ കൂടുതൽ അഭിഷേകം ചെയ്യണമേ. പുതിയ അഭിഷേകങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ദൈവമേ സ്തുതി.